ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC 2014 വയനാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. LDC വയനാട് 2014. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ. ഇതിന് ശരിയുത്തരമല്ല. ശരിയായുള്ള ഉത്തരം വിജയ് കേശവ് ഗോഖലെ. വിജയ് കേശവ് ഗോഖലെയാണ് ചൈനയിലെ ഇന്ത്യൻ അംബാസിഡർ. വിജയ് കേശവ് ഗോഖലെ. ചൈനയിലെ ഇന്ത്യൻ അംബാസിഡറാണ് വിജയ് കേശവ് ഗോഖലെ. ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ KM പണിക്കരായിരുന്നു. KM പണിക്കരായിരുന്നു ചൈനയിലേക്കുള്ള ആദ്യ ഇന്ത്യൻ അംബാസിഡർ. ആദ്യത്തെ വനിതാ അംബാസിഡർ, ചൈനയിലേക്കുള്ള ആദ്യത്തെ വനിതാ അംബാസിഡർ നിരുപമ റാവു ആയിരുന്നു. നിരുപമ റാവു ആയിരുന്നു ചൈനയിലേക്കുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതാ അംബാസിഡർ. എന്നാൽ ആദ്യത്തെ വനിതാ അംബാസിഡർ വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റായിരുന്നു ആദ്യത്തെ വനിതാ അംബാസിഡർ. 2012 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആറ്റൂർ രവിവർമ്മ. ആറ്റൂർ രവിവർമ്മയായിരുന്നു 2012 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2017 K സച്ചിദാനന്ദനായിരുന്നു. 2017 K സച്ചിദാനന്ദനായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2018 നേടിയത് M മുകുന്ദനാണ്. M മുകുന്ദനാണ് 2018 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അപ്പോൾ 2017 K സച്ചിദാനന്ദനും 2018 M മുകുന്ദനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകുന്ന സമഗ്ര സംഭാവനകളെ കണക്കിലെടുത്ത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകുന്ന സമഗ്ര സംഭാവനകളെ കണക്കിലെടുത്ത് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. കേരളപ്പിറവി ദിവസമായ നവംബർ 1 അവാർഡ് പ്രഖ്യാപിക്കുന്നു. നവംബർ 1 അവാർഡ് പ്രഖ്യാപിക്കുന്നത്. 1.5 ലക്ഷം രൂപയും പ്രസക്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ആദ്യത്തെ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു. ശൂരനാട് കുഞ്ഞൻപിള്ളയായിരുന്നു ആദ്യത്തെ എഴുത്തച്ഛൻ അവാർഡ് ജേതാവ്. യൂജിൻ സെർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം അപ്പോളോ 17. അപ്പോളോ 17 യൂജിൻ സെർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയത്. അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകമാണ് അപ്പോളോ 17. അപ്പോളോ 17 അപ്പോളോ സീരീസിലെ അവസാനത്തെ പേടകമാണ്. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് യൂജിൻ സെർനാൻ. അദ്ദേഹം അമേരിക്കക്കാരാണ്. 1972 ഇത്. യൂജിൻ സെർനാനാണ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി. അദ്ദേഹം 1972 ഇറങ്ങി. 1972 ഡിസംബർ 7 അപ്പോളോ 17 വിക്ഷേപിച്ചത്. അപ്പോളോ 11 മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലിറക്കിയ വാഹനം അപ്പോളോ 11. മനുഷ്യനെ രണ്ടാമത് ചന്ദ്രനിലിറക്കിയ വാഹനം അപ്പോളോ 12. അപ്പോളോ 12 മനുഷ്യനെ രണ്ടാമത് ചന്ദ്രനിലിറക്കിയ വാഹനം. മേജർ ധ്യാൻചന്ദ് ഏത് കളിയിലാണ് പ്രശസ്തനായിരുന്നത്? ഹോക്കി. ഹോക്കി കളിയിലാണ് മേജർ ധ്യാൻചന്ദ് പ്രശസ്തനായിരുന്നത്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദാണ്. ധ്യാൻചന്ദാണ് ഹോക്കി മാന്ത്രികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ധ്യാൻചന്ദാണ്. ധ്യാൻചന്ദാണ് ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഗോൾ എന്നത് ധ്യാൻചന്ദിൻ്റെ ആത്മകഥയാണ്. ഗോൾ എന്നത് ധ്യാൻചന്ദിൻ്റെ ആത്മകഥയാണ്. സ്പോർട്സിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡായി ഇന്ത്യ നൽകുന്നത് ധ്യാൻചന്ദ് അവാർഡാണ്. സ്പോർട്സിൽ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡായി
ഇന്ത്യ നൽകുന്നത് ധ്യാൻചന്ദ് അവാർഡാണ്. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച വർഷം 1895. 1895 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. 1887 മുതലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പണി തുടങ്ങിയത്. 1887 മുതലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പണി തുടങ്ങിയത്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ജോൺ പെന്നിക്യുക്കാണ്. ജോൺ പെന്നിക്യുക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള പാട്ടക്കരാറിൽ ഒപ്പിട്ടത് തിരുവിതാംകൂറിന് വേണ്ടി ദിവാൻ വി രാമസ്വാമി അയ്യങ്കാറും മദുരാശി സംസ്ഥാനത്തിന് വേണ്ടി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹാനിങ്ടണുമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പാട്ടക്കരാറിൽ, അതായത് പെരിയാർ ലീസ് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത് തിരുവിതാംകൂറിന് വേണ്ടി ദിവാൻ വി രാമസ്വാമി അയ്യങ്കാറും മദുരാശി സംസ്ഥാനത്തിന് വേണ്ടി അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹാനിങ്ടണുമാണ്. വിശാഖം തിരുനാളായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. വിശാഖം തിരുനാളായിരുന്നു അന്നത്തെ കാലത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. 1895 ഒക്ടോബർ 11 മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് 1895 ഒക്ടോബർ 11 അന്നത്തെ പ്രഭുവായിരുന്ന വെൻലോക്ക് പ്രഭുവാണ് ഉദ്ഘാടനം ചെയ്തത്. വെൻലോക്ക് പ്രഭു. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. 340 മീറ്റർ പെർ സെക്കൻഡാണ് വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗതയാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗതയാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. പ്രകാശത്തിന് കൂടുതൽ വേഗത ശൂന്യതയിലാണ്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലൂടെയാണ്. ഖരവസ്തുക്കളിലൂടെയാണ് ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത 1435 മീറ്റർ പെർ സെക്കൻഡാണ്. 1435 മീറ്റർ പെർ സെക്കൻഡാണ് ജലത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത. 2011 കാലാവസ്ഥ ഉച്ചകോടി നടന്ന സ്ഥലം ഡർബൻ. ഡർബനിൽ വെച്ചിട്ടാണ് 2011 കാലാവസ്ഥ ഉച്ചകോടി നടന്നത്. ഡർബൻ സമ്മിറ്റ്. 2018 ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടന്നത് കാറ്റോവൈസിലാണ്. പോളണ്ടിലെ കാറ്റോവൈസിലാണ് 2018 യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് നടന്നത്. ഡിസംബർ 2 മുതൽ 15 വരെയായിരുന്നു കോൺഫറൻസ്. ഡിസംബർ 2 മുതൽ 15 വരെ. കോട്ടോവൈസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ 2018 നടന്നത് കോട്ടോവൈസ് പോളണ്ടിലാണ്. ലോക കാലാവസ്ഥ പഠന സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ക്യോട്ടോ പ്രോട്ടോക്കോളിൻ്റെ കാലാവധി 2020 വരെ നീട്ടിയിട്ടുണ്ട്. 2020 വരെ ക്യോട്ടോ പ്രോട്ടോക്കോളിന് കാലാവധിയുണ്ട്. പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ ഫൈറ്റോക്രോം. ഫൈറ്റോക്രോമാണ് പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ. സസ്യവളർച്ച, ചലനങ്ങൾ എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. ഓക്സിനുകൾ സസ്യവളർച്ച, ചലനങ്ങൾ എന്നിവയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ്. സസ്യചലനങ്ങൾ രേഖപ്പെടുന്ന ഉപകരണമായ ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജെസി ബോസ് ആണ്. സസ്യചലനങ്ങൾ രേഖപ്പെടുന്ന ഉപകരണമായ ക്രസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജെസി ബോസ് ആണ്. സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനും ജെസി ബോസ് ആണ്. ജെസി ബോസ് ആണ് സസ്യങ്ങൾക്ക് വികാരമുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ. പോളിത്തീനാണ് റീസൈക്കിൾ ചെയ്യാവുന്ന പ്ലാസ്റ്റിക്. പോളി എത്തിലീൻ എന്നാണ് പോളിത്തീൻ അറിയപ്പെടുന്നത്. പോളി എത്തിലീൻ എന്നാണ് പോളിത്തീൻ അറിയപ്പെടുന്നത്. ബാഗുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിത്തീനാണ്. ബാഗുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിത്തീനാണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കാണ് ബേക്ക്ലൈറ്റ്. ബേക്ക്ലൈറ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്കാണ്. ലിയോ ബേക്ക്ലൈറ്റ് എന്ന ശാസ്ത്രജ്ഞനാണ് ബേക്ക്ലൈറ്റ് നിർമ്മിച്ചത്. വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിസ്റ്ററാണ്
ടെറിലിൻ. ടെറിലിൻ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിസ്റ്ററാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കർണാടകം. കർണാടകയിലാണ് കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലുള്ള ആണവ നിലയമാണ് താരാപൂർ. മഹാരാഷ്ട്രയിലുള്ള ആണവ നിലയം താരാപൂരാണ്. കക്രപ്പാറ ആണവ നിലയം ഗുജറാത്തിലാണ്. കക്രപ്പാറ ആണവ നിലയം ഗുജറാത്തിലാണ്. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലാണ്. കൂടംകുളം തമിഴ്നാട്ടിലാണ്.